അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ ഫിലിമിൽ ആദ്യം കൊടുക്കണമായിരുന്നു. അങ്ങനെ എമ്പുരാൻ റിലീസായിട്ട് സെക്കൻഡ് ഡേ ഫിലിം കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നലെ ശരിക്കും ഒന്നും ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. അതായത് നല്ല സീറ്റിംഗ് ഒന്നും കിട്ടില്ല. ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലുലുവിൽ വന്നേക്കാണ്. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. അപ്പോൾ റിവ്യൂസൊക്കെ കണ്ട് അത് കണ്ടപ്പം തീർച്ചയായിട്ടും എന്താണ് അതിനെപ്പറ്റി പറയുന്നതെന്നൊക്കെയുള്ള ഒരു ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ചായ അങ്ങനെ സ്നാക്സ് കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. 1:30 ആ ഒരു ഷോയാണ് കണ്ടിട്ട് ഞാൻ പറയാം. കാരണം പല റിവ്യൂസാണ് കണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് ഇഷ്ടം പോലെ കേട്ടു. ലൂസിഫർ ഞാൻ ഇന്നലെ ഒന്നും കൂടി കണ്ടു. കാരണം ലൂസിഫർ നേരത്തെ കണ്ടതിൻ്റെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഫിലിം കണ്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഫിലിം കണ്ടിറങ്ങി. എമ്പുരാൻ ഭയങ്കര കോൺട്രവേഴ്സീസ് ഇടയിലാണ് പോയി കണ്ടത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം റിവ്യൂ ഒത്തിരി കണ്ടായിരുന്നു. കുറച്ച് ബുക്കിംഗ് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസത്തെ ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ഡേ പോയി. സെക്കൻഡ് ഡേയിലും പക്ഷെ ഫസ്റ്റ് ഡേ അതുവരെ കാത്തിരുന്ന ആ ഒരു ഫസ്റ്റ് ഡേയിലെ റിവ്യൂസ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ഫിലിം വന്നപ്പോൾ നമ്മൾ റിവ്യൂ കാണുമല്ലോ, എങ്ങനെയുണ്ട് ഇത് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഇത്രയും നെഗറ്റിവിറ്റി വരുമെന്നുള്ളത്. കാരണം ഇതൊരു പാൻ മോഡൽ ഫിലിമാണ്. അന്നേരം അത് അത്രയ്ക്ക് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ മേക്കിങ്ങും പിന്നെ എമൗണ്ട് അതിൻ്റെ കോസ്റ്റിലുള്ള ആ ഒരു കോൺട്രവേഴ്സീസും ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു ഹൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും ഒരു നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഫിലിം കാണുമ്പോൾ നമ്മൾ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ റിവ്യൂസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനു മുന്നേ ഞാൻ ലൂസിഫർ ഒന്നും കൂടി കണ്ടിരുന്നു. കാരണം അതൊന്ന് ക്ലിയർ ആയിട്ട് അന്ന് എനിക്ക് ലൂസിഫർ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് ലൂസിഫർ ഞാൻ ഒന്നും കൂടി കണ്ടു. അപ്പോൾ അതെനിക്ക് നല്ല ത്രിൽഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതിനേക്കാളും വലിയതാണെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിലും അതിനേക്കാളും വലുത് തന്നെയാണ്. അപ്പം ആദ്യം കാണിക്കുന്ന ഇപ്പോൾ പറയുന്ന ആ ഒരു കോൺട്രവേഴ്സി ഇൻസിഡൻസ്, അതായത് ട്രെയിൻ കത്തുന്നത്, അത് ശരിക്കും ആ ഇൻട്രൊഡക്ഷൻ വരുമല്ലോ, റൈറ്റിങ് പ്രൊഡ്യൂസർ അതായത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് കാണിക്കുന്നത്. അതെന്താണെന്ന് കാണിക്കില്ല, ജസ്റ്റ് ട്രെയിൻ കത്തുന്നു, അത് ആൾക്കാരൊക്കെ നിലവിളിക്കുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോഴാണ് സിനിമ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു രീതിയിലോട്ട് പോകുന്നത്. അത് ഫിലിം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊരു നെഗറ്റിവിറ്റിയിലോട്ട് പോയി. ഒരു വിഭാഗം ആൾക്കാരെ ഒരു ക്രൂരന്മാരായിട്ടും വേറൊരു വിഭാഗം ആൾക്കാരെ അവർ സഫർ ചെയ്യുന്ന ആൾക്കാരായിട്ട് അത് അങ്ങനത്തെ ഒരു റിസൾട്ടിലോട്ട് വന്നു. അതാണ് അവിടെ അത്രയും ഒരു വിഭാഗം ആൾക്കാർക്ക് മുറിവേൽക്കാൻ കാരണം. പിന്നെ വയലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കുറേ ഫിലിമിലൊക്കെ വയലൻസ് ഉണ്ട്. ഞാൻ വയലൻറ്റ് മൂവി ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. മാത്രമല്ല അപ്പോൾ എൻ്റെ കൂടെ വന്ന ഈ കുറേ കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഹിസ്റ്ററീസ് ഒന്നും അറിയത്തില്ല. അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ടൊരു നെഗറ്റിവിറ്റി, മാത്രമല്ല മനസ്സ് ഭയങ്കരമായിട്ട് വല്ലാണ്ട് ഒരു ഇതായി എന്നുള്ള ഒരു ഇതേറ്റ് ഒരു യങ്സ്റ്റേഴ്സ് കാണുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആൾക്കാരുടെ കൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ ഫിലിമിൽ ആദ്യം കൊടുക്കണമായിരുന്നു, എന്താണ് റിയൽ. അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ടിക്കറ്റ് ക്യാൻസലേഷനിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഫിലിം കണ്ടതെന്ന് വെച്ചാൽ 1 മണിക്കൂറോളം നമ്മളെപ്പോഴും ലാലേട്ടൻ എപ്പോൾ വരും, പൃഥ്വിരാജ് എപ്പോൾ വരും എന്ന് ഉള്ള ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ, ഒരുപാട് നടന്മാർ കുറേ പേരുണ്ട്, അതിലൊരാൾ പൃഥ്വിരാജാണ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൃഥ്വിരാജാണ്. പിന്നെ മോഹൻലാൽ ആസ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ ഒരാളാണ്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്, ഏറ്റവും ഇഷ്ടമുള്ള ആളുമാണ്. അങ്ങനെ കുറേ നടന്മാരുണ്ട്. മഞ്ജു വാര്യർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇവരെ കാണാനും ഇവരുടെ പഞ്ച് ഡയലോഗ് കേൾക്കാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലൂസിഫർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമില്ല. പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ ഒരു ബോഡി ഗാർഡ് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു തല്ലുപള്ളി എന്നുള്ള രീതിയിലോ, വെടിവെക്കാൻ നടക്കുന്ന ആളെന്ന രീതിയിലോ ഒക്കെ ഉള്ള ഒരിത്, അത് ഒരു ഹൈപ്പിച്ചിൽ പോകുന്ന ഒരാൾ. പിന്നെ ഇതിനകത്ത് നമ്മളെ ഒരു സാധാരണ വ്യൂവേഴ്സിന്, ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ്, അതായത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്, അങ്ങനെയാണ് ഈ ഫിലിം പോകുന്നത്.
കുറച്ച് നാട്ടിലെ ഉണ്ട്. തീർച്ചയായിട്ടും മോഹൻലാൽ മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ പോകുന്നത് ഡൗൺ ക്യാരക്ടറായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ പോകും. അപ്പോൾ അതിൽ കുറേയൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ്. പിന്നെ അതിൻ്റെ അതായത് പ്രീവിയസ് സ്റ്റോറീസ് ഏറ്റവും ലാസ്റ്റിലൊക്കെ ആയിരിക്കും പലതിനും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇത്. പിന്നെ ഈ ഓരോന്നും കേൾക്കുകയും കാണുകയും പൊളിറ്റിക്സ് അതിനകത്ത് കുത്തിത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക്. ഒരുപാട് പൊളിറ്റിക്സ് ഫിലിംസ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൽ സലാം, അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത ഫിലിംസാണ്. അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട്. പക്ഷെ ഇതിനകത്തൊരു പൊളിറ്റിക്സ് അല്ല വന്നേക്കുന്നത്. കാരണം പൊളിറ്റിക്സ് അല്ലല്ലോ ആ തീവണ്ടി കത്തിക്കുന്നതും. അത് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് അല്ലല്ലോ, അതൊരു ടെററിസം മാതിരിയല്ലേ വന്നിരിക്കുന്നത്. കുറെ ആൾക്കാരെ ചുട്ടുകൊല്ലുന്നതൊക്കെ പൊളിറ്റിക്സ് അതിനകത്ത് ഇൻവോൾവ് ആകുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ അത് അത്രയും കാര്യമായിട്ട് പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ എല്ലാവർക്കും പൃഥ്വിരാജിനൊരു നെഗറ്റിവിറ്റി ആയി. അത് ആർക്കും അത് ഇഷ്ടപ്പെടാത്ത രീതിയിലോട്ട് പോയി. കാരണം അത്രയും പ്രതീക്ഷയോടെ എല്ലാ ആൾക്കാരും കാത്തിരുന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് തിരികെ കയറ്റിയപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അത്രയും കൂടുതലായിട്ട് അതിനെ കാണിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക്. കാരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മെന്റലി നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആകും. ആ ആദ്യത്തെ വയലൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ ലാലേട്ടൻ വന്നിട്ട് കാണിക്കുന്ന ആ ഒരിത് ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോൾ കുറേ ഇന്റർനാഷണൽ ഏജൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ അതിനെപ്പറ്റിയൊന്നും വിവരമില്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പം അതിനെപ്പറ്റിയൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യമായി കൊടുക്കുന്നോ എന്തോ അങ്ങനെ കൊടുക്കുന്നില്ല. അതിനെ കുറേ ആൾക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ മേക്കിംഗ് തന്നെ നല്ല നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു പാൻ മോഡൽ ഫിലിമിലേക്ക് എപ്പോഴും അതിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഓരോ സീൻസും എടുത്തിരിക്കുന്നത്. നമുക്ക് സീൻ ബൈ സീനായിട്ട് നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ സ്റ്റോറി നോക്കി ആരും പോകരുത്. ഒരു സീൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സീനുകളിൽ 2-3 ഹെലികോപ്റ്റേഴ്സ് വരുന്നതുണ്ട്. പിന്നെ ഡ്രഗ്സ് കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകൾ പോകുന്നതുണ്ട്. അതിൻ്റെയൊക്കെ ആ മൂവ്മെൻറ്റ്സും അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവി പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നാട്ടിൽ വന്നിട്ട് കുറേ ഒരു പൊളിറ്റിക്കൽ ഫിലിമാണ് ആക്ച്വലി. നാട്ടിൽ കാണിക്കുന്ന എല്ലാം പൊളിറ്റിക്സ് ആണ്. പിന്നെ പൊളിറ്റിക്സ് എനിക്ക് അത്രയ്ക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സ് ആരാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറേ സമയം, അല്ലെങ്കിൽ ഫിലിം കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന ആൾ ഇതായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഇതിലോട്ട് പോയത്. അപ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് ഒരു ആന്റി ഗവൺമെന്റ് ഫിലിം ആയിട്ട് വന്നു. പിന്നെ അങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ട് അതിനകത്ത്. അതൊക്കെ ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ട് പൃഥ്വിരാജിന് വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ മനസ്സിലൊക്കെ എനിക്കൊക്കെ പൃഥ്വിരാജിന്റെ ഫിലിംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇങ്ങനത്തെ ഫിലിം എടുത്ത് ഇത്രയും നെഗറ്റീവ് ആയല്ലോ, ഈ ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രം കൊണ്ടുവന്നിട്ട് നെഗറ്റിവിറ്റി അടിച്ചല്ലോ എന്ന് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം പൃഥ്വിരാജ് ഭയങ്കര കഴിവുള്ള ഒരാളാണ്, ഭയങ്കര ക്രിയേറ്റീവാണ്, എല്ലാ തരത്തിലും എല്ലാ നോളേജും ഉള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പലപ്പോഴും ഇതേപോലെ കോൺട്രവേഴ്സീസ് ഉണ്ടാകാറുണ്ട് പല ഫിലിമിലും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടവും. ഇനി പൃഥ്വിരാജിന്റെ ഫിലിം ഇങ്ങനത്തെ വന്നാൽ കാണേണ്ടതുണ്ടോ? L3 കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അതിലോട്ട് ഞാൻ പോവുമായിരിക്കും, അല്ലാതെ ഈഗർലി വെയിറ്റിംഗ് എന്നൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കങ്ങനെ പറയാനും പറ്റില്ല. എനിക്ക് പൃഥ്വിരാജിന്റെ ബ്രോഡ് ആഡി സ്റ്റൈലിലുള്ള ഫിലിമൊക്കെയാണ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതല്ലെങ്കിൽ തന്നെ ഈ ഒരു ഫിലിം നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പ്രത്യേകിച്ച് ലേഡീസിനെ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് സെലിബ്രിറ്റികൾ എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് പൃഥ്വിരാജ് എവിടെയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ ഇതിനകത്ത് കാണിക്കുന്ന 1-2 സീൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ലേഡീസിന് ആയാലും ഏതാൾക്കാർക്കായാലും അത് അങ്ങനെ ഒരു ഫിലിമിൽ പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചെന്ന് പറയും കേട്ടോ. അത് ശരിക്കും അത് പിന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് സെൻസർ ബോർഡ് അതിന് എന്താണ് പൃഥ്വിരാജ് അതിൻ്റെ കുറച്ചുകൂടി എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ പ്രതിഷേധം ശക്തമാണ്, ഭയങ്കര ശക്തമാണ്.
കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഒരു സൈഡ്. കളക്ഷൻസ് ആദ്യത്തെ ദിവസം തന്നെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് എനിക്കറിയാം, ഞാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഒരു 30 ആദ്യത്തെ ദിവസം 27 to 30 വരെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേയിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അത്ഭുതം. ഇപ്പം നോക്കുമ്പോൾ കുറേയൊക്കെ വേക്കൻ്റായിട്ട് ട്രിവാൻഡ്രത്ത് സീറ്റുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഫിലിമിനെ പറ്റി പറയാനുള്ളത്. പോയി കാണുന്നവർ ദയവേത് റിവ്യൂ കാണാതെ പോവുക എന്നാണ് എൻ്റെ ഒരു, നമ്മൾ ഫ്രഷ് മൈൻഡോട് കൂടി പോയിട്ട് ഫിലിം കാണുക. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ്. പിന്നെ വന്നിട്ട് റിവ്യൂ കാണുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന ചില റിവ്യൂ കണ്ടു, പിന്നെ പോയി കണ്ടപ്പോൾ ഇത് ആ റിവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു രീതിയിലോട്ട് പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഒരു മലയാള ചിത്രമാണ്, അത് ഇത്രയും ഒരു വലിയ ബഡ്ജറ്റിൽ എടുത്തിട്ടുണ്ട്. അത് പോയിട്ട് വലിയ രീതിയിൽ തന്നെ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കും. കാരണം എത്ര നല്ല ഫിലിംസ് വന്നാലും നമുക്ക് കാണാമല്ലോ. നല്ല ഫിലിംസ് ഉണ്ടാകട്ടെ. പക്ഷേ അത് മറ്റുള്ളവരെ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ഫിലിം മേക്കേഴ്സ് നോക്കണം. അല്ലാതെ ഒരു സെക്ഷൻ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അവരെ വില്ലന്മാരാക്കിയിട്ട് വേറൊരു സെക്ഷൻ ആൾക്കാരെ ഇതാക്കുന്ന, അതൊരിക്കലും ഈ ഫിലിം ഫീൽഡിൽ ചെയ്യാൻ പാടില്ല. കാരണം ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ആൾക്കാരിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിന് ഫിലിംസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു ഫിലിം കൊണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം എൻ്റെ മോനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ദുഷ്ടത്തരമല്ലേ എന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് അവർക്കറിയില്ല. അവരാരും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നില്ല. ഹിസ്റ്ററി അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫിലിമുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ഹീറോസിൻ്റെയും ഹീറോയിൻസിൻ്റെയും അടുത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് അവരെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഭയങ്കര വിഷമത്തിൽ ആയിപ്പോയി ഞാനും. അയ്യോ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ ലാലേട്ടനെ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്തൊക്കെ ഉണ്ടാകുന്നു. അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ നല്ല ഫിലിമുകൾ ആരെയും മുറിവേൽപ്പിക്കാതെ, ആരെയും ഹേർട്ട് ചെയ്യാതെ നല്ല മെസ്സേജസ് കൊടുക്കുന്ന ഫിലിമുകൾ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നത്തെ തലമുറയ്ക്കും അത് തന്നെയാണ് വേണ്ടത്. കാരണം ഈ ഫിലിം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികളിലായാലും അതായാലും. അപ്പോൾ വയലൻസ് ഉള്ള ഫിലിമൊന്നും വരാതിരിക്കട്ടെ, അല്ലാതെ നല്ല മെസ്സേജസ് ഉള്ള നല്ല ഫിലിമുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ കോൺട്രവേഴ്സീസിന് ഇടയായ സീൻസൊക്കെ മാറ്റി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലൂസിഫർ 2. ഇനി നിങ്ങൾ എല്ലാവരും ലൂസിഫർ 3 കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ ഒട്ടുമേ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.